ഉപനിഷത് മന്ത്രമാണ്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഊതണം. അപ്പോ രണ്ടാം അധ്യായമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് സ്വാമി. സാഖ്യയോഗമാണ്. പക്ഷെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ട് തുടങ്ങാം. അപ്പൊ എന്തിനാണ് ഈ ശാന്തി ശാന്തി ശാന്തി? 3 ശാന്തി എന്തിനാണ്? ഉപനിഷത് മന്ത്രങ്ങൾ എപ്പോഴും ഒരു അധ്യായം പഠിക്കുമ്പോൾ അതിലേക്കുള്ള പ്രവേശികയായിട്ടാണ്. ധ്യാന ശ്ലോകങ്ങളായിക്കോട്ടെ, ധ്യാന ശ്ലോകങ്ങൾ ഇപ്പൊ വായിച്ചു, ഉഷാര വായിച്ചു. അതൊരു സൂചികയാണ്, എവിടേക്ക് എന്താ പഠിക്കാൻ പോണെന്നുള്ള സൂചികയാണ്, ഒരു സെറ്റപ്പാണത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ധർമ്മമാണ് ഇത്തരം ഉപനിഷത്ത് മന്ത്രങ്ങള്, പിന്നെ ധ്യാന ശ്ലോകങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്റെ ചോദ്യം, സഹനാവതു ഒരു ഉപനിഷത്തൊരു അധ്യയനം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ശ്ലോകമാണ്. എന്തിനാണ് ഈ 3 പ്രാവശ്യം ശാന്തി പറയുന്നത് എന്നാണ് എന്റെ ചോദ്യം. അറിവ് പരീക്ഷിക്കല്ല, പക്ഷെ നമുക്കതിങ്ങനെ വിശകലനം ചെയ്യണം. അത് സാഖ്യയോഗമായിട്ട് ബന്ധമുണ്ട്. എന്തായിരിക്കും ശാര? എല്ലാ അധ്യയനങ്ങൾക്കും മുമ്പായിട്ടും ധ്യാന ശ്ലോകങ്ങള്, അതുപോലെ ഇത്തരം മന്ത്രങ്ങളുണ്ട്. ഓം പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതൊക്കെ മന്ത്രങ്ങളാ. എന്തിനാണ് ഈ 3 പ്രാവശ്യം ശാന്തി പറയുന്നത്? കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായി. നമ്മളെ അഭിപ്രായങ്ങളാണ്, ചോദ്യങ്ങളല്ലല്ലോ. ഉത്തരങ്ങളും വേണ്ട നമുക്ക്. കാരണം ഈ സാഖ്യത്തിലേക്ക് കടക്കുമ്പോൾ അത് വളരെ പ്രസക്തമാണത്. സ്വാമി എടുത്തതിന്റെ ബാക്കി എൻ്റെ അടുത്ത് എടുക്കാനാ പറഞ്ഞ. നമുക്ക് നോക്കാം. എന്തെങ്കിലും പറയണ്ടോ റാണി മിസ്സേ? മാഡം, എന്തിനാണ് ഈ 3 പ്രാവശ്യം ശാന്തി? വെറുതെ ഒന്നും വെക്കില്ല. ഋഷിമാര് ഒരു മന്ത്രം കൊണ്ടുവയ്ക്കുമ്പോ ഒരു വാക്കും വൈഖരി എന്നാ പറയാം. അതിന് പരിപൂർണമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന അർത്ഥം. മൈക്ക് ഓൺ ചെയ്തു. ഓൺ ചെയ്തു. ആദ്യം നമ്മൾക്ക് ശാന്തി കിട്ടട്ടെ, പിന്നെ ലോകത്തിന് ശാന്തി കിട്ടട്ടെ, പിന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും ശാന്തി കിട്ടട്ടെ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയുള്ളത്. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു. തെറ്റങ്ങനൊന്നുമില്ല. അത് ശാന്തി പറയുന്നത് ആക്ച്വലി ഇപ്പൊ ഗീത കൊണ്ടുവയ്ക്കുന്നത് അർജുനന്റെ ദുഃഖത്തിന്റെ ആൻസർ ആയിട്ടാണ്, ഉത്തരമായിട്ടാണ്. അല്ലെ? വിഷാദം ഉണ്ടായി. ഒരു മനുഷ്യന് വരുന്ന ആത്യന്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വിഷാദം. വിഷാദം ഗുരുതരമാവാം, അല്ലെ? ക്ലേശമാവാം, ദുരിതങ്ങളാവാം. അപ്പോ ഇത്തരം ദുഃഖങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. സ്വാമി നന്നായിട്ട് അവതരിപ്പിച്ചിരുന്നു. അപ്പോ ഈ വേദങ്ങൾ മൊത്തം വായിക്കാൻ തന്നെ ഒരുപാട് കാലഘട്ടം വേണം. ഇതൊക്കെ എഴുതിയത് വ്യാസമഹർഷിയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹമാണ് വേദങ്ങൾ അംഗങ്ങളാക്കി ഋക്ക്, യജുസ് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതും, ബ്രഹ്മസൂത്രം എഴുതിയതും, ഭഗവത്ഗീത എഴുതിയതും. ഇപ്പൊ ആരെങ്കിലും എഴുതാത്ത ഒരാളും ഇല്ല, അദ്ദേഹം തന്നെയല്ല എഴുതിയത്. ഇതൊക്കെ വായിച്ച് ഒരു ജന്മത്തില് തീർക്കാൻ പാടാം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നാണ് ഒരു പക്ഷെ ഭഗവത്ഗീത. ഉപനിഷത്തിൽ ഒരുപാട്, ഇപ്പൊ 2ാമത്തെ അധ്യായത്തിൽ തന്നെ ഉപനിഷത്തിലെ പല കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, വാക്കുകളും. അപ്പൊ ഇതെല്ലാം വായിക്കാതെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോ ഇത് ഈ ദുഃഖങ്ങളുടെ മറുപടി ആയിട്ടാണ് ഗ്രന്ഥങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. അപ്പൊ 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് പറയുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. എല്ലാ ദുഃഖങ്ങളെയും സമഗ്രമാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. മനസ്സിലായി? അത് നമുക്കത് പിന്നീട് പതുക്കെ പോവാം. അപ്പൊ ഈ 3 തരത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും കവർ ചെയ്തു. ദുഃഖങ്ങൾക്കും എനിക്ക് ശാന്തി ഉണ്ടാവും. എന്നിട്ട് ചിലപ്പോ ഒരു ലാസ്റ്റ് പറയല്ലോ, ഓം ശ്രേയശ്ച പ്രയശ്ച പ്രയശ്ച സ്വാഹ.
എനിക്ക് ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകട്ടെ. പ്രേയസ്സും വേണം, ശ്രേയസ്സും വേണം. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ സാഖ്യം യുക്തിവിചാരമാണ്. സ്വാമി ഭയങ്കര ഭംഗിയായിട്ട് എടുത്തു. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്കിനി ഏകദേശം 55-ാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് 55. ഞാനൊന്ന് ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ എന്താണ് ഈ ശ്രേയസ്സും പ്രേയസ്സും? ശ്രേയസ് കേട്ടിട്ടുണ്ട് അല്ലെ? പ്രേയസ്, സമ്പത്ത്, കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, ജീവിക്കണം, ശ്രേയസ്സും ഉണ്ടായിരിക്കണം ഇഹത്തിലും പരത്തിലും. അപ്പോ പരമപദ പ്രാപ്തി, പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വേദങ്ങൾ നിർദ്ദേശിക്കുന്ന 3 കാര്യങ്ങളാണ് കർമ്മം, ഉപാസന, ജ്ഞാനം. ഈ 3 മാർഗങ്ങളും വ്യത്യസ്തമായിട്ട് പഠിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ഇന്ത്യയിൽ ചെയ്തിരുന്നു. ഓക്കെ. പക്ഷെ ഗീത അതിനെ 3ഉം വളരെ ഭംഗിയായി സമഞ്ജസമായിട്ട് ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുക. അത് വേറെ ആക്കിയിട്ടില്ല. അതാണ് ഭംഗിയായിട്ട് അതിനെ. അതും എനിക്ക് പല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് മാറി മാറി അനുഷ്ഠിക്കപ്പെട്ടു. കർമ്മം കാണ്ഡം, ജ്ഞാനകാന്ഡം, പിന്നെ ഉപാസനാ മാർഗങ്ങൾ, ഇതൊക്കെ മാറി അങ്ങനെ ഒരു ധാരകള് ഇന്ത്യയില്, ഭാരതത്തില് പോയിട്ടുണ്ട്. അപ്പൊ ഗീത കൊണ്ടുവച്ചിട്ടുള്ളത് ഇതിനെ സമഗ്രമാക്കാൻ, ഇത് 3 എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ വേദവ്യാസൻ ഇത് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ 3ഉം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ കർമ്മത്തിന് പല അർത്ഥമുണ്ട്. അതിപ്പോ 4-5-ാമത്തെ ഇതിലേക്ക് വരുമ്പോ, അധ്യായത്തിലേക്ക് വരുമ്പോ പറയുന്നുണ്ട് കർമ്മം, അകർമ്മം, വികർമ്മം, വിശിഷ്ടമായ കർമ്മം, വികർമ്മം. അത് നമുക്ക് ആ അധ്യായത്തിൽ പഠിക്കാം. അപ്പൊ വിഹിത കർമ്മങ്ങൾ, ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച്, കർമ്മം എന്ന് പറയുമ്പോൾ ശ്രമം, കർമ്മം എന്ന് പുരാണ കാലത്ത് കർമ്മം എന്നുള്ളതിന് അർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതൊന്നാണോ പരമമായ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കർമ്മം, അതൊക്കെ കർമ്മങ്ങളായിട്ട്. ഇതെല്ലാം കർമ്മങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങള് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ലോകങ്ങളിൽ മാത്രമാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്ന വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അന്ധകരണം ശുദ്ധമാക്കുക, ഇതാണ് കർമ്മത്തിന്റെ ലക്ഷ്യമായിട്ട് ലളിതമായിട്ട് പറയാനുള്ളത്. കർമ്മം അന്ധകരണം ശുദ്ധമായിരിക്കുന്നതായിരിക്കണം, അതാണ് വിഹിത കർമ്മം. അപ്പൊ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, ഞാൻ രാവിലെ ചെയ്യുന്ന ജോലി അതെന്റെ അന്ധകരണത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്നു. അപ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോ ദേഷ്യപ്പെട്ടിട്ടോ ധൃതിപ്പെട്ടിട്ടോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അന്തരംഗത്തെ അത് മലിനമാക്കുകയാണോ ശുദ്ധീകരിക്കുകയാണോ ചെയ്യാറാണി മാഡം? ഭയങ്കര ധൃതിയാ രാവിലെ ഭക്ഷണം പാചകം ചെയ്യാൻ, കുട്ടികൾക്ക് കൊടുത്തേക്കാനുണ്ട്, ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ആ കർമ്മം നമുക്ക് നമ്മുടെ അന്ധകരണത്തിന് ശുദ്ധി ചെയ്യുമോ? ഈ ക്ലാസ് ഇങ്ങനെ, എൻ്റെ ക്ലാസ്സിന്റെ ഒരു രീതി വ്യത്യാസമുണ്ട്. റാണി മാഡം മൈക്ക് ഓൺ ചെയ്യും. പാചകം ചെയ്യുമ്പോഴൊന്നും ദേഷ്യം വരില്ല. അല്ല, ഞാൻ അപ്പൊ റാണി മാഡത്തിന്റെ കാര്യമല്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആൾക്കാരുണ്ട് ധൃതിപ്പെട്ട്. ഇപ്പോഴത്തെ ജോലിക്ക് അങ്ങനെയല്ലേ, ആധുനിക കാലം അങ്ങനെയാ. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവര്, കുട്ടികളുണ്ടാവും, ധൃതിപ്പെട്ടു, ഒച്ച വെച്ചു, ബഹളം വെച്ചു. അപ്പൊ ആ കർമ്മം അന്ധകരണത്തെ ശുദ്ധി ചെയ്യുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ ഒരു രാവിലെ എണീറ്റ് രാത്രി വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നത് വരെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളില് അന്ധകരണ ശുദ്ധിക്ക് ഏതൊക്കെ കാരണമായിട്ടുണ്ട്, അന്ധകരണ ശുദ്ധി ഇല്ലായ്മ അല്ലെങ്കിൽ അത് മലീമസമാക്കുന്ന കർമ്മങ്ങൾ ഏതാണെന്ന് നമുക്ക് തന്നെ നിരീക്ഷിക്കാം. അപ്പോ അതാണ് വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ കറക്റ്റ് അന്ധകരണ ശുദ്ധമാക്കുന്ന രീതിയിലായിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. ഇനി അതും കഴിഞ്ഞ് നമുക്ക് അത് മാത്രം പോരാ, അന്ധകരണ ശുദ്ധിയായി കഴിഞ്ഞാൽ ലക്ഷ്യം വേണം.
അവിടെയാണ് കർമ്മം നമുക്ക് വേണ്ട ഉപാസനാ മാർഗം അവലംബിച്ച് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം അവർക്ക് സൂക്ഷ്മതയും ഏകാഗ്രതയും ഉണ്ടാവണം. ഞാൻ എവിടേക്കാ പോണത്? കാരണം രാവിലെ എണീക്കുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറും. ശ്രദ്ധ ഒക്കെ ബഹിർമുഖമായി ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ അതൊക്കെ ഇതിനെയാണോ മനസ്സ് സ്പർശിക്കുന്നത്, അതൊക്കെ ഒരു തരം എന്താ പറയാ മുദ്രണങ്ങള്, അന്ധകരണ ശുദ്ധിയെ കോട്ടം വരുത്തും. അവിടെയാണ് ഉപാസനയുടെ പ്രാധാന്യം വരുന്നത്. എന്തൊക്കെ ഉപാസനയുണ്ട്? ധ്യാനമുണ്ട്. ഉപാസനയുടെ ഒരു വലിയ ചരിത്രം നമുക്കുണ്ട്. യജ്ഞങ്ങള്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പാരായണം ചെയ്തത് ഒരു തരത്തിൽ ഉപാസനയായിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്, ജപമായിട്ട് എടുക്കുന്നവരുണ്ട്, 100,000 മാർഗങ്ങളുണ്ട്. അപ്പൊ കർമ്മം വിഹിത കർമ്മമായിരിക്കണം. 2, ഉപാസന നമുക്ക് എങ്ങനത്തെ ഉപാസനയായിരിക്കണം? നമ്മുടെ മനസ്സിന് സൂക്ഷ്മത തരുന്നുണ്ടോ നമ്മുടെ ഉപാസന? ഏകാഗ്രത തരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഉപാസന കറക്റ്റാണ്, ശരിയാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഏകാഗ്രമായ സൂക്ഷ്മമായ, അപ്പോ ഈ പറയുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് നമുക്ക് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. സ്ഥൂലം കഴിഞ്ഞ് സൂക്ഷ്മം. അപ്പൊ അതിലുള്ള ബുദ്ധിയെ ജ്ഞാനമാർഗത്തിൽ, ബുദ്ധിയാണ് വ്യവച്ഛേദിച്ചറിയുന്നത്. മനസ്സ് മനനം ചെയ്യുന്നത് എന്തോ മനസ്സ്, അത് വ്യവച്ഛേദിച്ച് നമുക്ക് നിർണയാത്മകം തരുന്നതാണ് ബുദ്ധി. ആ ബുദ്ധിയെ ജ്ഞാനമാർഗത്തിൽ വിനിയോഗിച്ച് ധ്യാനത്തിലൂടെ സമാധിയെ സാക്ഷാത്കരിക്കുക. ഇതാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ ഈ 18 അധ്യായങ്ങളിലായിട്ടുള്ള എല്ലാ അധ്യായങ്ങളിലെയും സംക്ഷിപ്തമായിട്ടാണ് സാഖ്യയോഗമായിട്ടുള്ള 2ാമത്തെ അധ്യായം അവതരിപ്പിച്ചു വെച്ചത്. അപ്പൊ സ്വാമി പറഞ്ഞു കഴിഞ്ഞു അതിൽ. അപ്പൊ എനിക്ക് എടുക്കേണ്ടത് 55ാമത്തെ ശ്ലോകമാണ്. പക്ഷെ ഈ 55ാമത്തെ ശ്ലോകം എടുക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. 11ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അശോച്യ ചോദ്യത്തിന്റെ ഉത്തരം ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ശ്രീ ഭഗവാൻ വാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു, ജ്ഞാനികളുടെ മട്ടിൽ അതേസമയം സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിതന്മാർ, യഥാർത്ഥ ജ്ഞാനികൾ, ഇവിടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ജ്ഞാനികളാണ്, മരിച്ചവരെ കുറിച്ചോ മരിച്ചിട്ടില്ലാത്തവരെ കുറിച്ചോ ദുഃഖിക്കുന്നില്ല. ഈ ഉത്തരത്തിൽ നിന്നാണ് കൃഷ്ണൻ അത് തുടങ്ങുന്നത്, ഭഗവത്ഗീത. അർജുനൻ വളരെ ബുദ്ധിയോടെ, നിർണയാത്മകമായ ബുദ്ധി ഉള്ള ഒരാളാണ്. അദ്ദേഹം ആരുടെ അടുത്താണ് യുദ്ധം ചെയ്യാൻ പോണത്, ഗുരുക്കന്മാരുടെ അടുത്താണെന്നൊക്കെ ആദ്യം അറിയാം, എന്നിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ അവസാനമാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറയാ ബുദ്ധി ഭ്രംശം ഉണ്ടായത്. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് അധർമ്മത്തിന്റെ പക്ഷമാണ് അവര്, അല്ലേ? ധർമ്മം ചെയ്യേണ്ടത് നിന്റെ കർമ്മമാണ്, അതുകൊണ്ട് നീ ഇപ്പൊ പറയുന്നത് ബുദ്ധിമോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്വാമി അത് ആ ചാപ്റ്റേഴ്സ് അവിടെ കഴിച്ചു വെച്ചത്. അവിടെ ഇതിന്റെ സാഖ്യയോഗത്തിന്റെ 78 ശ്ലോകങ്ങളുണ്ട്. സ്വാമി എടുത്തു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. അതിന്റെ കോറായിട്ടുള്ള, അദ്ദേഹം അത് എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. 55ാമത്തെ ശ്ലോകമാണ് കോറായിട്ടുള്ളത്. കോർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൃദയമായിട്ടുള്ളത്. ഞാൻ വായിക്കാതെ ബാക്കിയുള്ള ക്ലാസ്സുകളെ കുറിച്ചൊന്ന് ഓർമ്മ വയ്ക്കുക. എന്തായിരുന്നു നമ്മൾ സാഖ്യയോഗത്തിൽ എടുത്തിരുന്നതെന്ന് ഓർമ്മ വെച്ചോളൂ കേട്ടോ. ആ ചോദ്യത്തിന് 55ാമത്തെ ശ്ലോകം ഹൃദയമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ 55ാമത്തെ വരുന്നത് 54ാമത്തെ ശ്ലോകത്തിലൂടെ അർജുനൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് 55ാമത്തെ ശ്ലോകം വരുന്നത്. അപ്പൊ 54ാമത്തെ ഞാനൊന്ന് വായിക്കാം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ
സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുന ഉവാച. അർജുനൻ ചോദിച്ചതാണ്, കേശവ, ഭഗവാനെ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? കാ ഭാഷ പ്രജ്ഞസ്യ സ്ഥിതധീഹി കിം പ്രഭാഷേത. അയാൾ എങ്ങനെ പ്രഭാഷണം ചെയ്യും, സംസാരിക്കും? എങ്ങനെയാണ് അയാളുടെ ലക്ഷണം? സ്ഥിതപ്രജ്ഞന്റെ. കിം ആസീത, എങ്ങനെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? കിം വ്രജേത, എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത്? എന്ന് പറഞ്ഞാല് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ അതിനു മുമ്പായിട്ട് പറയുന്നുണ്ട്, സ്ഥിരമായ ബുദ്ധിയുള്ള സ്ഥിതപ്രജ്ഞ. ലളിതമായ വ്യാഖ്യാനാണ്. മുൻപ് ശ്ലോകങ്ങളിൽ കൃഷ്ണൻ പറഞ്ഞു അതാണ് ലക്ഷണം, ഈ ഭ്രമിക്കാത്ത ബുദ്ധിയുടെ ലക്ഷണത. അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, അതാ ഇങ്ങനെയാണ് മനസ്സിലാവുക, ഇയാള് സ്ഥിതപ്രജ്ഞനാണ്, എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുക? ഇവിടെ നിന്നാണ് 55-ാമത്തെ ഉത്തരം വരുന്നത്. അപ്പൊ ഭഗവത്ഗീത ഒരു വാക്കില് പറയുകയാണെങ്കിൽ ഒരു വാക്കായിട്ട് പല വാക്കുകൾ എടുക്കാം. അതിലൊരു വാക്കാണ് സ്ഥിതപ്രജ്ഞ. ഒരേ പ്രജ്ഞയിലിരിക്കുക. പ്രജ്ഞ എന്താ? നേരത്തെ പറഞ്ഞു, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാ മനനം ചെയ്യുക? നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ കൂടെ കാണുന്ന കാഴ്ചകള്, കേൾവികള്, ഗന്ധം, അല്ലെ? ഇതൊക്കെ വിവേചന ബുദ്ധിയോടെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബുദ്ധി അതിനെ നിർണ്ണയിക്കും, അത് വേണം വേണ്ട. പൂർവ സംസ്കാരങ്ങളുടെ ഓർമ്മയില് ബുദ്ധി പറയാതെ നല്ലതാണ്, ഇത് നല്ലതല്ല. ഇതൊക്കെ ചിത്തമായിട്ടുള്ള, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള തെളിഞ്ഞ കോൺഷ്യസ്നെസ് എന്ന് പറയാം ചിത്തത്തിന്റെ ഇംഗ്ലീഷിൽ. അതിന് വേറെ വാക്കാണ് പ്രജ്ഞ. അതിലാണ് ഈ മാലിന്യങ്ങൾ, വാസനകൾ എന്നല്ല പറയാം, സംസ്കാരങ്ങൾ നിക്ഷേപിക്കുക. എന്താ പറയാ, കർമ്മത്തിന്റെ റെസിഡ്യൂസ്, ആ വാക്ക് അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നു. റെസിഡ്യൂസ് എന്ന് പറഞ്ഞ അവശിഷ്ടങ്ങൾ. കർമ്മങ്ങളുടെ അതൊക്കെ അവശിഷ്ടങ്ങളല്ല ശരിക്കും വരിക. ഒരു തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള്, നമ്മുടെ പൂർവ അനുഭവങ്ങളിലുള്ള നിരാശകൾ, ഇതൊക്കെ അതിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പൂനകളാണ് ഭാണ്ഡം, കർമ്മഭാണ്ഡം എന്ന് പറയും. ഈ പ്രജ്ഞ ഈ കർമ്മഭാണ്ഡങ്ങളെ കൊണ്ട്, സംസ്കാരങ്ങളെ കൊണ്ട് മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. എന്തിനെ മറയ്ക്കണേ? ചിതാകാശത്തിലുള്ള സൂര്യൻ. നമ്മുടെ പുറത്തൊരു സൂര്യൻ ഉള്ളത് പോലെ നമ്മുടെ ആത്മാവാകുന്ന, ഞാനാകുന്ന, യഥാർത്ഥ ഞാനാകുന്ന ആ സൂര്യനെ മറയ്ക്കുകയും ചെയ്യണം. ആ മറയ്ക്കുന്നത് കൊണ്ടാണ് അർജുനന് ബുദ്ധിഭ്രംശം നമുക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരമായിട്ടാണ് കർമ്മവും ഉപാസനയും ജ്ഞാനത്തെയും കുറിച്ച് നമ്മുടെ വേദഗ്രന്ഥങ്ങളോ ഭഗവത്ഗീതയോ നമുക്ക് മുന്നോട്ട് വയ്ക്കും. അപ്പൊ ക്ലിയറായി അല്ലേ? ആന്തരികമായിട്ടുള്ള, ഈശ്വരീയമായിട്ടുള്ള, ജ്ഞാനായിട്ടുള്ള, ബ്രഹ്മമായിട്ടുള്ള, സത്യമായിട്ടുള്ള ഞാൻ, യഥാർത്ഥമായിട്ടുള്ള ഞാൻ, മരിക്കാത്ത ഞാൻ, മരണമില്ലാത്ത ഞാൻ, എത്രയോ ജന്മങ്ങളായിട്ട്. അത് നമ്മുടെ 15-ാമത്തെ അധ്യായം ആകുമ്പോൾ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. പുരുഷാർത്ഥ യോഗം അതിൽ പറയുന്നുണ്ട്. ഞാനിതൊന്ന് ഇനി വായിക്കാം കേട്ടോ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ, സാഖ്യയോഗത്തിൽ പറയുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതാണ് മറ്റു വരുന്ന ഓരോ അധ്യായം. അപ്പൊ സ്ഥിതപ്രജ്ഞ 55-ാമത്തെ ശ്ലോകത്തില് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചു. ഇതൊരു മറയാണ്. അപ്പോ ബ്രഹ്മത്തെ മറയ്ക്കുന്നത് മായയാണ്, വ്യക്തിയെ മറയ്ക്കുന്നത് അവിദ്യയാണ്. ഇങ്ങനെയാണ് വ്യവച്ഛേദിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ പ്രശ്നം, നമ്മളെ ആക്ച്വലി യഥാർത്ഥത്തില് ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മസ്വരൂപം സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മം. പക്ഷെ ഓരോ ജന്മം എടുക്കുമ്പോഴും
അവ്യക്തം, അത് അഞ്ചാമത്തെ ഞാൻ തന്നെ ഇടയിൽ നിന്ന് വായിക്കാം, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എവിടെ നിന്ന്, അതൊരു വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. എവിടെ നിന്നോ വന്നൊന്നും അവ്യക്തമാണ്, അറിയില്ല. അവ്യക്തം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രഭവ സ്ഥലം എന്നും പറയുന്നുണ്ട്. ജന്മങ്ങൾ എടുത്തു ആ വൃക്ഷത്തിൽ, അത് ഊർധ്വ, ഞാൻ അതിലേക്ക് വരാം. എവിടേക്ക് പോണത് നമുക്കറിയില്ല. ഈ ചെറിയൊരു സ്പേസിൽ ജന്മം എടുക്കുമ്പോൾ അവിടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തത്തിലൂടെ ലോകത്തെ പരിചയിക്കുക എന്ന് വെച്ചാൽ അത് നമ്മുടെ ടൂളുകളാണ്. അതിലൊരു കുഴപ്പമായിട്ടാണ് മനസ്സ് വ്യവച്ഛേദിച്ചറിയുമ്പോൾ ഈഗോ, അഹങ്കാരം, ഞാനാണ് അറിയുന്നത് എന്ന് തോന്നലുണ്ടാവും. തോന്നലല്ല, അതങ്ങനെ സ്ട്രോങ് ആവും. ഞാനാണ്, അത് ചെയ്തത് ഞാനാണ്. അപ്പൊ അതിനോട് മമത ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ മമതയാണ് ഈ ദുരന്തങ്ങളുടെ കാരണം. ഈ ഒരു കാര്യം ജസ്റ്റ് ഞാനല്ല, ഞാൻ യഥാർത്ഥ ഞാനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമസ്ത വേദഗ്രന്ഥങ്ങളും കൊണ്ടുവച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ ജ്ഞാനം കൊണ്ട് മാത്രം, ഞാൻ തത്വമസി എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ ബോധം ഉണ്ടാവുക, ഞാൻ ഉണ്ടാവുമോ? ഇല്ല. അത് അവിടെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോ ഈ പ്രജ്ഞയെ മറയ്ക്കുന്ന സംസ്കാരങ്ങൾ അതിങ്ങനെ ഭാണ്ഡമായിട്ട് കിടക്കുക. അതിനെ ശുദ്ധീകരിക്കണം. അതാണ് അനന്തകോടി ജന്മങ്ങളിലൂടെ ഉപാസനയിലൂടെയും പല, നാരായണ ഗുരു പറയുന്നുണ്ട്, മുനിജന സേവയിൽ മൂർത്തി. അങ്ങനത്തെ ഞാനൊന്നും അറിയില്ലെങ്കിൽ മുനിജന സേവയിൽ മൂർത്തി എന്നല്ല, അത്തരം പ്രജ്ഞ ഉണർന്ന മുനികളുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കീഴിൽ അവരുടെ ചുറ്റുവട്ടത്തിരിക്കണം. അപ്പൊ ആ പ്രകാശത്തിൽ ഇതിങ്ങനെ കരിഞ്ഞു പോകുന്നു. ഇങ്ങനത് മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ ഉപാസനാ സമ്പ്രദായങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഓക്കെ. അപ്പോ ഈ 55-ാമത്തിന്റെ അർത്ഥം ഞാൻ വായിച്ചു. പ്രജഹാദി യഥാ കാമൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്ത ദോച്യത്തെ. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഹേ അർജുന, തന്നിൽ ആത്മന ഏവ തുഷ്ട, തന്നാൽ തന്നെ സന്തുഷ്ടനായിട്ട് ഞാൻ എന്നിൽ സന്തുഷ്ടനാവുക. അതെങ്ങനെയാ? ചുപാടല്ലേ? എനിക്കപ്പോ ഈ രമണ മഹർഷിയുടെ ഓർമ്മ വരും. ഇതൊക്കെ എനിക്ക് പറയുമ്പോ തന്നിൽ തന്നെ സന്തുഷ്ടനാവുക, ഇത് വ്യാഖ്യാനിക്കാതെ അവിടെ കടക്കാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്നത്, രമണ മഹർഷിയുടെ അടുത്തേക്ക് അദ്ദേഹം എപ്പോഴും മൗനിയായിരുന്നു. എന്തിനായിരിക്കും മൗനിയായിരിക്കുന്നത്? അത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര മൗനം എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സ് അല്ലെങ്കിൽ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ലയിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അതിലിങ്ങനെ ലയിച്ചിരിക്കുക. നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നത്? വിഷയങ്ങളിലാണ് നമ്മുടെ മനസ്സ് ലയിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് പുറത്തുള്ള എല്ലാ കാര്യങ്ങളിലും എത്ര വിഷയങ്ങളുണ്ട്. ഇപ്പൊ ആധുനിക ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയത് ഏകദേശം 80,000 ചിന്തകൾ ഒരു ദിവസം ഒരാളുടെ മനസ്സിൽ വരുന്നു. 80,000. ഈ കണക്കാണ് കേട്ടോ. അത് 80,000 വിഷയങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരേ കാര്യങ്ങൾ കിടന്ന് ഇങ്ങനെ, അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം, ഇങ്ങനെ കിടന്ന് ഒരു വിഷ്യസ് സർക്കിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു ചുഴി പോലെ ഇങ്ങനെ, അയ്യോ അത് ചെയ്തില്ല. കണ്ടിട്ടുണ്ടോ ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരുടെ? ഇപ്പൊ ഇന്നലെ ഒരു കുട്ടിയോട് സംസാരിച്ചു നോക്കുന്നു, സാറേ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചിന്ത വരുന്നു. ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കുഴപ്പമാണ്, എല്ലാവർക്കും ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പൊ ഇതൊരു ചുഴിയാണ്. അപ്പൊ ഈ വാക്ക് എന്താ? തന്നിൽ തന്നെ സന്തുഷ്ടനാവുക. പ്രകർഷണ ഇതി അർത്ഥന, അതാണ് പ്രാർത്ഥന. അപ്പോഴാണ് പ്രാർത്ഥന ഉണ്ടാവുക. തന്നിൽ സന്തുഷ്ടി വരുമ്പോൾ പ്രാർത്ഥന അറിയാണ്ട് വരും. ദൈവമേ, എനിക്ക് എൻ്റെ മകനൊരു ജോലി കൊടുക്കണേ, മരുമോൾക്ക് ഇപ്പോഴും ജോലി ആയിട്ടില്ല. അതല്ല, പ്രകർഷണ നന്ദിയോടെ. അപ്പൊ നമുക്ക് നന്ദി തോന്നും ഇത്ര ഉള്ളിരുന്ന്. അതൊരു ലക്ഷണമാണ്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തിന് സന്തുഷ്ടി ഉണ്ടാവും, സന്തുഷ്ടിയോടെ ഇരിക്കും എപ്പോഴും. എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഭക്ഷണം കിട്ടുമ്പോഴും ഉണ്ടാവും, ഇല്ലെങ്കിലും ഉണ്ടാവും. ജീവിതം എന്ത് കൊണ്ടുവന്നു തന്നാലും
അവർക്ക് സന്തുഷ്ടി ഉണ്ടാവും. ജീവിതം എല്ലാവർക്കും ഒരുപോലെയാ ജീവിതം, അല്ലെ? മരിക്കുക, ജനിക്കുക, അല്ല ജനിക്കണം ആദ്യം, അല്ലെ? കർമ്മങ്ങളിലൂടെ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോവുക, ഇതെല്ലാവർക്കും ഉണ്ട്. ആരായാലും ഉണ്ടാവും. ഏത് ഗുരുക്കം? ഇപ്പൊ ശ്രീകൃഷ്ണൻ എങ്ങനെയാ മരിച്ച? കാലില് ഒരു വേടന്റെ അമ്പേറ്റിട്ടാ. അദ്ദേഹവും അല്ലെ വേടനെ ശപിച്ചോ? ഇല്ല, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹവും വേദനാപൂർവം തന്നെയാണ് ശരീരം വിട്ടുപോയത്. അവർക്കറിയാം. ഭീഷ്മര് കുറവുള്ള ആളാ. രാമന്റെ ജാതകം വളരെ ഗംഭീര ജാതക, പക്ഷെ ജീവിതം മൊത്തം കാട്ടിലായി. ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് എന്റെ മാസ്റ്റർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജാതകം എങ്ങനെ ആയാലും മറ്റുള്ളവരുടെ കർമ്മവും നമ്മളെ ചിലപ്പോൾ സ്വാധീനിക്കാം. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിലേക്കാണ് പോണത്. 55-ാമത്തെ ശ്ലോകം സ്വാമി പ്രത്യേകം പറഞ്ഞു, സുനു ആ 55-ാമത്തെ ശ്ലോകം ശരിക്കും പറയണം കേട്ടോ. 55, 56, 57 ഞാൻ തീർച്ചയായിട്ടും അത് ഇതാണ് സ്ഥിതപ്രജ്ഞ. അപ്പോ യാതൊരുവനാണോ ഏതൊരു സമയത്തും തന്നിൽ തന്നെ സന്തുഷ്ടനായിട്ട് ആത്മന ഏവ തുഷ്ട യഥാ മനോഗതാൻ സർവാൻ കാമാൻ, മനസ്സിലെ ആ സന്തുഷ്ടി വരണമെങ്കിൽ അടുത്ത പറയുന്നുണ്ട്, സർവാൻ കാമൻ മനോഗതാൻ, മനസ്സിലെ സർവകാമനകളെയും പ്രജഹാദി ത്യജിച്ചിട്ട്, നിശേഷം ത്യജിച്ചിട്ട്, തഥാ അപ്പോൾ സ്ഥിതപ്രജ്ഞ ഉച്യത്തെ, ആ സ്ഥിതപ്രജ്ഞാവസ്ഥ അപ്പോഴാണ് അദ്ദേഹത്തിലേക്ക് വരുന്നത്. കാര്യം ബുദ്ധിമുട്ടല്ലേ? പറയാൻ എളുപ്പമാണ്. സർവകാമനകളെയും ത്യജിക്കുക, ന്യസിക്കുക. ത്യജിക്കുക എന്നുള്ളതിന് വാക്കിന് സംസ്കൃതത്തിൽ ത്യജ് എന്നുള്ളതാണ് മൂലം. അതിന്റെ മൂലവാക്ക്. മൂലം എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാം, എറ്റിമോളജി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു മൂലമായിട്ടുള്ള വാക്കുകളുണ്ട്. ധാതു എന്ന് പറയാം സംസ്കൃതത്തിൽ, ധാതു. അപ്പൊ അതിലെ ധാതു ത്യജ്. വേറെ വാക്കാണ് ന്യസിക്കുക. അവിടെ നിന്നാണ് സന്യാസം എന്നുള്ള വാക്ക്, സന്യസിക്കുക. അല്ലാണ്ട് കാഷായം ധരിച്ചവരൊക്കെ സന്യാസിയാണെന്നില്ല. ആരാണോ കാഷായം ധരിച്ചിട്ടില്ലെങ്കിലും തന്നിനുള്ളിലുള്ള വാസനകളെ നിശേഷം ത്യജിച്ചിട്ടുള്ളത്, ന്യസിച്ചിട്ടുള്ളത്, അദ്ദേഹം സന്യാസിയാണ്. കാര്യം പിടികിട്ടിയോ? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും അവരുടെ രീതികളിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുക. പക്ഷെ നമുക്ക് സന്യാസ പാരമ്പര്യമുണ്ട്. അതെന്താ? ഒരു കാഷായം ധരിക്കുന്നത് മറ്റുള്ള അതൊരു സിമ്പലാ. മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും മാറ്റി നിർത്താനും പല കാര്യങ്ങളിലും ആയിരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ്. മനസ്സിലായില്ലേ? സ്ഥിതപ്രജ്ഞ. അപ്പോ ആ ഉത്തരം എങ്ങനെയാ? ആരെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്? പ്രജഹാതി, ത്യജിക്കുക. എന്ത്? മനോഗതാൻ, മനസ്സിലെ സർവാൻ കാമാൻ, സർവകാമങ്ങളെയും. ഇതിനെ പാരഡോക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. കർമ്മം ചെയ്യണമെങ്കിൽ കർമ്മം എവിടെന്നാ വരിക? അപ്പൊ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ബുദ്ധി പറയണം, ആ വെള്ളം എനിക്ക് ദാഹിക്കുന്നു. അപ്പോ ആക്ഷൻ ഉള്ളിൽ നിന്നാ വരിക. അപ്പൊ എൻ്റെ കൈ ഒരു കരണം എന്ന് പറഞ്ഞ ടൂളാ. ആ ആക്ഷൻ പറയുന്നത് കൊണ്ടാണ് കൈ ഞാൻ ചലിപ്പിച്ച ആ വെള്ളം എടുക്കുന്നത്. അതിന്റെ പിറകിലൊരു കാമം എന്ന് പറയുന്നുണ്ട്. അത് വേറെ അർത്ഥത്തിലാണ്. ഗുരു നിത്യാചൈതന്യ, ഇപ്പൊ സ്വാമി മുക്താനന്ദയുടെ ഗുരു അദ്ദേഹം, എന്റെയും ആദ്യ ഗുരു അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ കർമ്മങ്ങളും വരുന്നത് ഒരു ഊർജപ്രവാഹ, അതൊരു ആനന്ദത്തിന്റെ ഊർജപ്രവാഹ. ഒരു ആക്ഷൻ ചെയ്യാനുള്ളൊരു ആനന്ദമല്ല അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ആട്ടുംകൂടി ഏറ്റവും നല്ല ഉദാഹരണം, എനിക്ക് ചെറുപ്പത്തിലെ ഇഷ്ടം വീട്ടില് പശുക്കുട്ടി, ആടുകുട്ടി. പശുക്കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ധ്യാനിച്ചിട്ട്. ധ്യാനമൊന്നും അറിയില്ല, അവര് തുള്ളിച്ചാടി നടക്കും അല്ലേ? ഒരു നിമിഷം ഉറങ്ങുമ്പോ മാത്രം ചാട്ടം നിൽക്കും. അത് മനുഷ്യക്കുട്ടികളും അങ്ങനെ. എന്താ? അത് വന്നിട്ടേ ഉള്ളൂ, ഒരു പുതിയ സൃഷ്ടി, അത് ആനന്ദം. അതപ്പോ പരമമായിട്ടുള്ള എന്താ, എൻ്റെ ശരിയായ ഞാൻ അവിടെ ഈ പ്രജ്ഞയില് സംസ്കാരത്തിന്റെ ഭാണ്ഡമൊന്നും പൊതിഞ്ഞു വെച്ചിട്ടില്ല. കുട്ടി വരുമ്പോ കുട്ടികളുടെ പ്രജ്ഞ അത്ര ശുദ്ധ. അപ്പൊ എന്തുണ്ടാവും? യഥാർത്ഥ എൻ്റെ സ്വഭാവം പ്രകടിതമാവുന്നുണ്ട്. ആ പ്രകടന ആനന്ദ.
അതൊരു ഊർജപ്രവാഹ. അവർക്ക് പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ജ്ഞാനവും ഇല്ല. അവരിപ്പോഴും നിരന്തരമായ ആനന്ദത്തിൽ. അതാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണം. അല്ലെ, ആനന്ദമില്ലാത്തത് അമ്മമാർക്കാണ്. കുട്ടികൾ ഉറങ്ങിയിട്ട് വേണം പിന്നെ വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ. കുട്ടിക്ക് എന്താ പ്രശ്നം? ഒരു തരത്തിൽ യോഗ അവസ്ഥയാണത്. അപ്പൊ ഇതാണ്. അപ്പൊ യഥാർത്ഥ ബ്രഹ്മനിഷ്ഠന്മാരെ കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു ശ്ലോകമാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകമായിട്ടാണ് 55 വരുന്നത്. ആ വാക്ക് നിങ്ങൾ മനസ്സിൽ ഇനി മറക്കരുത്, സ്ഥിതപ്രജ്ഞ. മറക്കോ? അപ്പോ ഭഗവത്ഗീതയിൽ ഒരു വലിയ പോയിന്റ് നമുക്ക് വെളിവായി കിട്ടി, അല്ലെ? ഇത് ലക്ഷ്യമായിട്ട് വെക്കണം, അല്ലെ? സർവ ആ ഉത്തരം നമുക്ക് ചോദ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരണം. ഞാൻ എങ്ങനെയാണ് എൻ്റെ സർവകാമങ്ങളെയും കൃഷ്ണൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ത്യജിക്ക് എങ്ങനെയാ പറ്റുക? ഇവിടെ സംശയങ്ങൾ വരും. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് വാനപ്രസ്ഥം എന്ന് പറയും, അല്ലെ? ഇതൊക്കെ ത്യജിച്ച് പോവുക. ഇപ്പൊ എന്റെ ഗുരു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ നിങ്ങളുടെ വാസനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഹിമാലയ അല്ല കൈലാസത്തിന്റെ മുകളിൽ ഇരുന്നാൽ ആ വാസന അവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് അവിടെയൊന്നും പോണ്ട. അപ്പോ അതല്ല, ഒരിക്കലും ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനനോട് കാവ്യം കൊടുത്ത് നീ ഇതൊക്കെ വിട്ടോ, അല്ല കാട്ടിൽ പോയി എന്നല്ല, പോകാനല്ല പറയുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ അടുത്ത ഇതിൽ കർമ്മയോഗം സന്യാസയോഗം വരുന്നുണ്ട്, കർമ്മസന്യാസയോഗം പറയുന്നുണ്ട്. ആ കർമ്മസന്യാസയോഗം 4-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വെളിവായി കിട്ടും. അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഇങ്ങനെ കുറെ പോണ്ടി വരും. മനസ്സിലായ? കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തെ എങ്ങനെ ത്യജിക്കാം? കർമ്മത്തെ ത്യജിക്കാൻ പറ്റില്ല. കർമ്മത്തിന്റെ ഫലങ്ങളില് മനസ്സ് പിടിക്കാതെ വെക്കാം. ഞാൻ ചെയ്തു എന്നുള്ള ബോധം വേണ്ടത്ര. എന്നാലും ഇന്ന് ചെയ്തു നോക്കിയ രാവിലെ എനിക്ക് കുക്ക് ചെയ്യുക ഞാനല്ല, എൻ്റെ ഉള്ളിലുള്ള ദൈവമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചെയ്തു നോക്കിയ ജയകൃഷ്ണമൂർത്തി എന്നുള്ള ഒരു പണ്ഡിതൻ, നല്ല ജ്ഞാനി ഉണ്ടായിരുന്നു. ചിലർ കേട്ടിട്ടുണ്ടാവും. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അനീബസൻ, അത് സ്വാമി ശുദ്ധിയൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ചെറുപ്പകാലത്ത് സ്വാമി ശുദ്ധി ഞാനും ഈ പുസ്തകങ്ങളൊക്കെ നന്നായി വായിക്കും. അനീബസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള തിയോസഫിക്കൽ സൊസൈറ്റി, അവരാണ് വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത്. അനീബസന്റിന് ഒരിക്കലും സ്വപ്നദർശനം ഉണ്ടായി. മദ്രാസിൽ നടക്കുമ്പോൾ, മദ്രാശി പട്ടണത്തിൽ, നാളെ നീ ഒരു കൃഷ്ണന്റെ ഒരു അവതാരത്തിനെ കാണും ഒരു കുട്ടിയെ. നടക്കുമ്പോ ഒരു കുട്ടി വരിക, അദ്ദേഹത്തിന് ദത്തെടുക്കുക, പിന്നെ ലണ്ടനിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചു. അതാണ് ജയകൃഷ്ണമൂർത്തി. അദ്ദേഹം ഈ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. നടക്കാൻ ഇറങ്ങുമ്പോ നീ കാണണ്ട, എല്ലായ്പ്പോഴും എന്നിനുള്ളിലുള്ള ആത്മപ്രകാശം കാണുന്നു എന്ന് ചിന്തിച്ചു ചെയ്യാറ്. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ നേരത്തെ അപ്പൊ നമ്മുടെ ഈഗോ ഇല്ലേ, ഈഗോ എന്ന് പറഞ്ഞാൽ അഹംബോധം നേരത്തെ സൂത്രല്ലേ അത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കണ്ണ് എപ്പോഴും ധ്യാനാത്മകമാവുകയില്ല. അപ്പോഴേക്കും ഇടയ്ക്ക് നമ്മൾ ഞാനായിട്ട് വരും. അപ്പൊ അതൊക്കെ അതിനെ കറക്റ്റ്. കൃഷ്ണമൂർത്തി ഇതിലൊരു വിദഗ്ധനായിരുന്നു. ഞാൻ നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകളുണ്ട്, ബുദ്ധിസ്റ്റുകൾ, സെൻ ബുദ്ധിസ്റ്റുകൾ ഒരു ഗ്രൂപ്പുകൾ. അവര് വാക്കിംഗ് മെഡിറ്റേഷൻ എന്നാ പറയാം. അവർ ഓരോ വാക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഞാനല്ല, ആത്മാവ് നടക്കുക. രമണ മഹർഷി അതിനൊരു ഉത്തമ ഉദാഹരണം. അദ്ദേഹം ഈ സ്ഥിതപ്രജ്ഞയിൽ ലയിച്ചിരിക്കുക. അതിന്റെ ഉദാഹരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ശിഷ്യൻ അരുണാചലം ആണല്ലോ അദ്ദേഹത്തിന്റെ പട്ടണം, അല്ലെ? അറിയില്ലേ? അരുണാചലത്തില് അരുണാചലം മലയുടെ മുകളിലാണ്, തന്ത്രപ്രധാനായ സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്, വിരൂപാക്ഷ ഗുഹയില്. അപ്പൊ അദ്ദേഹം ടൗണിൽ പോയി വരുമ്പോ നാട്ടുകാരൊക്കെയോ രമണ മഹർഷിയെ കുറിച്ച് വളരെ മോശം അഭിപ്രായം പറയുന്നത് കേട്ടു. തിരിച്ചു പറയാനുള്ള ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായില്ല. തിരിച്ച് ഗുരുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് എന്ത് ശിക്ഷയാ, ഞാൻ അങ്ങയെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഒന്നും ചെയ്തില്ല. രമണ മഹർഷി ചിരിക്കുക ചെയ്യണം, കാരണം അവര് പറഞ്ഞത് ശരിയാന്നാ പറഞ്ഞത്.
അവരുടെ കോണിൽ അത് ശരിയാ. രമണ മഹർഷിക്ക് ഞാൻ എന്നുള്ള ബോധം പോലും ഇല്ല. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് സാധനാ സമ്പ്രദായങ്ങളും ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടി എത്രയോ ജന്മങ്ങള് ആൾക്കാര് രാജകൊട്ടാരം പോലെ പോലും വിട്ടിട്ട് ഈ മാർഗത്തിലേക്ക് വന്നവരുണ്ട്. അതിൽ ഒരു ഉദാഹരണം, രണ്ടാമത്തെ ഉദാഹരണമാണ് ജൈനന്മാരിലെ ആദ്യ ഗുരു കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഋഷഭദേവൻ. ഗൂഗിളൊക്കെ അടിച്ചാൽ കിട്ടും. ഋഷഭദേവത്തിനെ കുറിച്ച് 85-ാമത്തെ ശ്ലോകം പറയുമ്പോൾ എനിക്കതൊന്നും പറയാതെ പോകാൻ പറ്റില്ല, ക്ഷമിക്കണം. ഋഷഭദേവൻ ഒരിക്കലും സ്ഥിതപ്രജ്ഞയുടെ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എന്തുണ്ടാവും? ഭയങ്കര ആനന്ദം ഉണ്ടാവും. ഏതവസ്ഥയ്ക്കും ആനന്ദം വരും അല്ലേ? എന്ത് കിട്ടിയാലും ആനന്ദം, കിട്ടിയില്ലെങ്കിലും ആനന്ദം, ഉപേക്ഷിച്ചാലും ആനന്ദം. അപ്പൊ അന്നത്തെ കാലത്ത് ഉപേക്ഷിക്കൽ കൂടുതലാണ്. ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനകൻ അതിനൊരു ഉദാഹരണമാണ്. ജനകൻ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഋഷഭദേവൻ അങ്ങനെ ആയിരുന്നില്ല. ഋഷഭദേവൻ എല്ലാം ഉപേക്ഷിച്ചു. രാജകുമാരനായിരുന്നു, എല്ലാം ഉപേക്ഷിച്ചു, എല്ലാവർക്കും കൊടുത്തു, വിട്ടു പോവാ. അയാൾക്ക് വേണ്ടത് സ്ഥിതപ്രജ്ഞമായിട്ടുള്ള ഒരു ആനന്ദരൂപത്തിൽ അയാൾക്ക് ഭയങ്കര സന്തോഷത്തിലിരിക്കുക. അഹമ്മദ് എല്ലാം കൊടുത്തു, കൊട്ടാരം വിട്ടിറങ്ങി, ഒന്നുമില്ല കയ്യിൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ ഇവിടുത്തെ സന്യാസിമാരെ എങ്ങനെയാ? ഒന്നുമില്ലാത്തവരാണ് സന്യാസിയാവുക, അങ്ങനെയല്ലേ? ഒന്നില്ലെങ്കിൽ സന്യാസം ഭയങ്കര എളുപ്പമാണ്, കാരണം ഒന്നും ഇല്ല ഉപേക്ഷിക്കാൻ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ഒരുപാടുണ്ട്, നമ്മൾ ചെയ്യുക. അപ്പൊ ആ അർത്ഥത്തില് ഭയങ്കര നമ്മൾ വന്ദിക്കണം ഋഷഭദേവൻ, ആദ്യത്തെ ജൈന ഗുരു. എല്ലാം ഉപേക്ഷിച്ചു, കൊട്ടാരം വിട്ടിറങ്ങി, എല്ലാവരും കൊടുത്തു. കൊട്ടാരം വിട്ടിറങ്ങി, നാട് രാജകീയ വീഥികളൊക്കെ വിട്ടു. പിന്നെ കാട്ടുപ്രദേശങ്ങളായി തുടങ്ങിയപ്പോഴേക്കും ഒരാളെ ഓടി വരികയാണ്. രാജാവെ ക്ഷമിക്കണം, ഞാൻ ലേറ്റായി. ഏതോ നമ്മുടെ സിനിമ കണ്ടില്ലേ, ശ്രീനിവാസൻ വരുന്നത് പോലെ. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ലേറ്റായി, ഞാൻ അറിയാൻ വൈകി, എനിക്ക് എന്തെങ്കിലും തരണം. അയാള് ഇഷ്ടംപോലെ കാമനകളുള്ള ആളാ. അപ്പൊ രാജാവ് പറഞ്ഞു, ക്ഷമിക്കണം സുഹൃത്തെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്റെ കയ്യിൽ, നിങ്ങൾ വൈകിപ്പോയി. അപ്പൊ ആള് വിട്ടില്ല. ആള് പറഞ്ഞു, അങ്ങയുടെ ദേഹത്തുള്ള ആ വസ്ത്രം വില കൂടിയതാണ്. അപ്പൊ ഒരു വലിയ എന്താ പറയാ, ഒരു ഷോള് പോലത്തെ ഒരു വസ്ത്രം അദ്ദേഹം മുണ്ടും താഴെയായിട്ട് ധരിച്ചിട്ടുണ്ട്. പട്ട് നല്ല രാജാവിന്റെ ആണല്ലോ. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, ഓ ഇതിനും വിലയുണ്ട് അല്ലേ, അതിന്റെ പകുതിയെങ്കിലും എനിക്ക് തരും. അപ്പൊ എന്ത് ചെയ്തു? അരയ്ക്ക് താഴെയുള്ള ഭാഗം മറച്ചിട്ട് മേലെയുള്ള ഭാഗം അദ്ദേഹം കട്ട് ചെയ്തു, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അതിന് തന്നെ വിലയുണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഇറങ്ങി, വീണ്ടും നടന്നപ്പോ കാട്ടുവഴിയാണല്ലോ, ഒരു മുൾച്ചെടിയില് ഈ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കോർത്തു. അപ്പൊ രാജാവ് ആലോചിച്ചു, രാജാവിന്റെ അവസ്ഥ എങ്ങനെയാ? സ്ഥിതപ്രജ്ഞമായിട്ടുള്ള ആനന്ദമായിട്ടുള്ള ഒരു അവസ്ഥയിലാ. അദ്ദേഹത്തിനൊന്നുമില്ല, എല്ലാം പ്രജ്ഞ പോലും ശുദ്ധമാണ്, കുട്ടിയുടെ പോലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓ മുൾച്ചെടി, നീ നിനക്കും വേണോ എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം? എന്നാ നീ എടുത്തോ. അത് പിടിച്ചു വലിച്ചില്ല, മുൾച്ചെടി വലിച്ച വസ്ത്രത്തെ അവിടെ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ദിഗംബരനായത്. അല്ലാണ്ട് അദ്ദേഹം വസ്ത്രം ഊരി എറിഞ്ഞിട്ടില്ല. അപ്പൊ പോലും അദ്ദേഹത്തിന് പ്രജ്ഞയില് ഒരു ഈഗോ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു ബോധത്തിന്റെ അംശം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ട് കഥ. ഇനി നിങ്ങൾ പറയും, കഥ എങ്ങനെയുണ്ട്? ഞാൻ സ്വാമിയുടെ പോലെയല്ല, ഞാൻ സ്വാമിയല്ല. നിങ്ങളില്ലാണ്ട് ക്ലാസ് ഇല്ല. ഞാൻ വീഡിയോ തുറക്കണേ ക്ലാസ് എടുക്കുകയില്ല. പറയൂ റാണി മിസ്, എങ്ങനെയുണ്ട് കഥ? കഥ നന്നായിന്നല്ല, ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണവുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളൂ. എന്നാലും ക്ലാസ് പോവില്ല. പറഞ്ഞു, പറയൂ. കേൾക്കുന്നില്ലല്ലോ, മൈക്ക് ഓണാണ്. പറഞ്ഞോ. മൈക്ക് അടുപ്പിച്ചു വെച്ചു. മൈക്ക് ഓണാണ്, പക്ഷെ ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ പറയാട്ടോ. സ്ഥിതപ്രജ്ഞ ലക്ഷണവും ഋഷഭദേവന്റെ ത്യാഗവും. ത്യാഗം എന്നല്ല പറയാ, അദ്ദേഹത്തിന് ആ ബോധം പോലും. ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആരാ?
മിസ് പറഞ്ഞോ. നിങ്ങൾ ആരെങ്കിലൊക്കെ സംസാരിച്ചാലാണ് ഒരു അധ്യയനം എന്നല്ല പറയാം, വേണം അതൊരു ഇതിലേക്ക് വരാം. ഈ 55-ാമത്തെ ശ്ലോകം പറഞ്ഞോളൂ മാഡം. കേട്ടായി വരുന്നുണ്ട്. ഇത് പറയാൻ വന്നത് 55-ാമത്തെ ശ്ലോകമായിട്ടുള്ള കൃഷ്ണന്റെ അർത്ഥമാണ്. 54-ാമത്തെ ശ്ലോകം അർജുനൻ ചോദിക്കുകയാണ്, കൃഷ്ണ നീ പറഞ്ഞ എൻ്റെ ബുദ്ധിക്കുണ്ടായ മൗഢ്യം, മനസ്സിനുണ്ടായ മൗഢ്യത്തിന് ഉത്തരമായി അങ്ങ് പറഞ്ഞുവല്ലോ സ്ഥിതപ്രജ്ഞൻ. അതെങ്ങനെയാണ് ആൾക്കാരെ, സ്ഥിതപ്രജ്ഞനായ ഒരാളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന്റെ ഉത്തരമാണ് 2-ാം അധ്യായത്തിന്റെ കാതലായിട്ടുള്ള ഒരു ശ്ലോകം. അതാണ് പ്രജാഹാത്. ഞാൻ വായിച്ചു. പാർത്ഥ, അർജുന, തന്നിൽ ആത്മനി, ആത്മാവിൽ, ആത്മന ഏവ തുഷ്ട, ആത്മാവിൽ സന്തുഷ്ടനാകും. തന്നാൽ തന്നെ ആത്മാവിൽ ആത്മാവിനെ കൊണ്ട്. ഇതേപോലത്തെ ഒരു ശ്ലോകം വേറെ ഉണ്ട് കേട്ടോ, 18-ാം അധ്യായത്തിൽ. നല്ല രസമുള്ള ശ്ലോകമാണ്. സന്തുഷ്ടനായിട്ട് എപ്പോൾ മനസ്സിലെ മനോഗതാൻ സർവാൻ കാമാൻ, മനസ്സിലെ സർവകാമനകളെയും പ്രജഹാദി ത്യജിച്ചിട്ട് തഥാ, അപ്പോൾ അദ്ദേഹമാണ് സ്ഥിതപ്രജ്ഞ ഉച്ചതി. അയാളെ നമുക്ക് സ്ഥിതപ്രജ്ഞ എന്ന് വിളിക്കാം. അതാണ് ഞാൻ ഇപ്പൊ 3 പേരെ കൊണ്ടുവന്നു. കാരണം നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അനുഭവിച്ചിട്ടില്ല അല്ലെ. ഋഷഭദേവൻ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ രോമകൂപങ്ങളൊക്കെ വരും. അപ്പൊ ഭാരതത്തിന്റെ ഒരു ചരിത്രത, ഈ സ്ഥിതപ്രജ്ഞാവസ്ഥയ്ക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ച ഒരു ലോകം ഈ വേറെ ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങള് വൈദിക സാഹിത്യം എടുത്തോളൂ, ലോക സാഹിത്യം എടുത്തോളൂ, ഇങ്ങനെ ഒരു കൊട്ടാരം വിട്ട, സർവവും ത്യജിച്ചിട്ടുള്ള ഒരു എന്താ പറയാ കഥകൾ കേട്ടിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും കഥകൾ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ കേട്ട എനിക്ക് ഏറ്റവും പിന്നെ എന്നെ പ്രചോദിപ്പിച്ച കഥയാണ് നച്ചികേതസിന്റെ. മോക്ഷേച്ഛ ഉണ്ടായി. മോക്ഷേച്ഛത്തിന്റെ മുമ്പിലുള്ള ലക്ഷണം സ്ഥിതപ്രജ്ഞനാവണമെങ്കിലും മോക്ഷേച്ഛ ഉണ്ടാവണം. അത്ര ശങ്കരാചാര്യ പറയുന്നുണ്ട് അല്ലെ, മനുഷ്യത്വം, മുമുക്ഷത്വം, മോക്ഷേച്ഛ ഉണ്ടാവണം. മഹാപുരുഷ സംയോഗം. ആ മോക്ഷേച്ഛ ഉണ്ടായിട്ടാണ് നച്ചികേതസ് യമധർമ്മന്റെ അടുത്ത് പോയ കഥ കേട്ടിട്ടുണ്ടോ? അത് ഉപനിഷത്ത് കഥയാ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? 13-ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു. അച്ഛൻ സത്കർമ്മങ്ങളുടെ പേരില്, ആ പേരിന് വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് ചാവാലികളായിട്ടുള്ള പശുക്കളെ ദാനം ചെയ്തപ്പോ കണ്ട് സഹിക്കാതെ മകൻ പറഞ്ഞു, എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? എന്നെ ഞാൻ യമന് കൊടുക്കുന്നു പറഞ്ഞു. കുറെ പ്രാവശ്യം ചോദിച്ചപ്പോ നേരെ യമന്റെ അടുത്തേക്ക് വിട്ടു. കഥയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു തത്വം ഒളിച്ചിരിപ്പുണ്ട്, വെച്ചിട്ടുണ്ട്. യമന്റെ അടുത്ത് പോയി. യമൻ ആരാ? മരണത്തിന്റെ നാഥൻ അല്ലെ, യമധർമ്മൻ. യുധിഷ്ഠിര ഗീത എന്ന് പറയും. അത് യുധിഷ്ഠിരന്റെ ധർമ്മപുത്രയുടെ അച്ഛനായിട്ട് യമൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥ പറ. യുധിഷ്ഠിര ഗീത അദ്ദേഹത്തിനോട് 10 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗം പിന്നെയും പറയാം. അപ്പൊ നച്ചികേതസ് ചെന്ന് ചോദിക്കുന്നത് 2 ദിവസം. അപ്പൊ ഗുരുക്കന്മാരെടുത്ത് പോകുമ്പോൾ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ പരീക്ഷിക്കും, ഇനി സ്ഥിരപ്രജ്ഞനാവാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ, ഇരിക്കാൻ പറ്റുമോ, കേൾക്കാനുള്ള മനസ്സുകൂർമ്മത ഉണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സംസ്കാരങ്ങൾ പോയി ആത്മശുദ്ധി ഉണ്ടായിട്ടുണ്ടോ, സൂക്ഷ്മതയുണ്ടോ, കൂർമ്മതയുണ്ടോ, അങ്ങനെയൊക്കെ നോക്കും. 2 ദിവസം ആള് കയറ്റിയില്ല അകത്തേക്ക്, ആളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നച്ചികേതസ് വെയിറ്റ് ചെയ്യാൻ തയ്യാറായി. കാത്തിരിപ്പാണ് ഗുരുക്കന്മാരുടെ ആദ്യത്തെ പരീക്ഷണത്തിന്. 2-3 ദിവസം ഭക്ഷണം ഇല്ലാതായപ്പോ എന്നിട്ടും അവൻ പോയില്ല. നച്ചികേതസ് പോവാതായപ്പോ യമന് മനസ്സിലായി, സന്തുഷ്ടനായി വരാൻ പറഞ്ഞു. ഇങ്ങനെയാണ് കാണാൻ കൂട്ടാക്കിയത്. അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മരണത്തിന്റെ രഹസ്യം. യമൻ പറഞ്ഞു, മകനെ, നീ ചെറിയ പയ്യനാണ്, നല്ല ജോലിയൊക്കെ ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ജീവിക്കൂ, അതിനുള്ള എല്ലാ അനുഗ്രഹമൊക്കെ തരാം, ഓർമ്മിക്കൊന്നും വേണ്ട, എന്നാലും ഞാൻ മരിച്ചു പോയില്ലേ. അപ്പൊ പറഞ്ഞു, കുറച്ചും കൂടിയും പ്രലോഭനം കൊടുത്തു, ലോകത്തിലെ സർവ സമ്പത്തും നിനക്ക് ഞാൻ തരാം, നീ വിട്ട് കളഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അത് കിട്ടിയാലും ഞാൻ മരിക്കും. അങ്ങനെയാണ് ആ ഒരു സംവാദം പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ അതിയായ മോക്ഷ, അവിടെ നിത്യാനിത്യ
വിവേചനം നമ്മുടെ നച്ചികേതസിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വെച്ചാല് ഏതാണ് നിത്യം, ഏതാണ് അനിത്യം. ഇനി 85-ാമത്തെ ശ്ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഒരു 2-ാമത്തെ അധ്യായത്തിന്റെ ഹൃദയമാണ്. ഇനി അതിന് വ്യക്തമാവണമെങ്കിൽ നമുക്ക് 15-ാമത്തെ അധ്യായമായിട്ടുള്ള, ഞാനത് 15-ാമത്തെ എടുക്കില്ല, ആ 15-ാമത്തെ അധ്യായത്തിലാണ് എടുക്കുന്നത്. ശരിയല്ല, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. അതിനൊന്നും ഞാൻ സ്പർശിച്ചിട്ട് പോകാം കേട്ടോ, കുഴപ്പമില്ലല്ലോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്ഥിതപ്രജ്ഞയുടെ ഇതിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. 15-ാമത്തെ പുരുഷോത്തമ യോഗം 698. അപ്പൊ ആദ്യത്തെ ശ്ലോകം ഞാൻ വായിക്കാം. 698. ഒരു മിനിറ്റ് കേട്ടോ. അത് പുരുഷോത്തമ യോഗത്തിലാണ് പറഞ്ഞത്. ഇത്ര മനസ്സിലായ കാര്യങ്ങള് മിസ്സേ? പുരുഷോത്തമ യോഗം. പുരുഷോത്തമ യോഗത്തില് ആദ്യത്തെ ശ്ലോകമാണ് ഊർധ്വമൂലമഥശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സവേദവിത്. ഏറ്റവും കുറച്ച് ശ്ലോകങ്ങളുള്ള, ഏറ്റവും വൈശിഷ്ട്യമായ മാർന്ന അധ്യായം ഭഗവത്ഗീതയിൽ ഏതാണെന്ന് ചോദിച്ചാൽ പഴയ പണ്ഡിതന്മാര് പറയും, ഇപ്പോഴുള്ളവരും പറയാറുള്ളത് ഈ പുരുഷോത്തമ യോഗത്തെയാണ്. 20 ശ്ലോകങ്ങളേ ഉള്ളൂ. പണ്ടത്തെ ബ്രാഹ്മണന്മാരില്ലേ, പൂജാകർമാദികൾ ചെയ്യുന്ന ബ്രാഹ്മണന്മാർ, അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം ഇതായിരുന്നു. ഇപ്പോഴും ഈ ഗൗഡ ബ്രാഹ്മണ ഇതുണ്ട്, കാസർഗോഡ്, പിന്നെ കർണാടകയിലൊക്കെയുള്ള, അവരിപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഊർധ്വമൂലമഥശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ വേദവിത്. 20 ശ്ലോകങ്ങൾ ചൊല്ലിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ എന്തുണ്ടാവും? ഭക്ഷണത്തിനൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക്. എന്താണ് അതിന്റെ അർത്ഥം? ഊർധ്വമൂലമഥശാഖം. അപ്പൊ എവിടുന്നാ വരുന്നത്? സ്ഥിതപ്രജ്ഞ എന്നുള്ള 78 ശ്ലോകങ്ങളുള്ള സാഖ്യയോഗത്തിൽ 55-ാമത്തേന്ന് ഞാൻ ഇതിലേക്ക് ചാടുന്നത് ഇത് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിന്റെ ഒരു കൊണോട്ടേഷൻ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഒരു അഭിവഞ്ചിക്കുന്ന ഒരു ഭാഗമാണത്. മേലോട്ട് വേരുള്ളത് ഊർധ്വമൂലം, വേര്, മൂലം, വേര്, മുകൾ. അപ്പൊ മനസ്സിൽ സങ്കല്പിക്കാട്ടാ. അധശാഖം, ശാഖകൾ കീഴോട്ട്. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അർത്ഥം ആൽമരം. കുഴപ്പമില്ലല്ലോ, വലിയ ഒരു വടവൃക്ഷമായ ആൽമരം. അപ്പൊ അതിനെ മനസ്സിലെങ്ങനെ വെക്കണം? അശ്വത്ഥത്തിന്റെ, ആൽമര വൃക്ഷത്തിന്റെ മൂലം ഊർധ്വമാണ്, മുകളിലാണ്, ശാഖകൾ താഴോട്ട് ഞാണ്ട് കിടക്കുന്നു. പ്രാഹുരവ്യയം, അവ്യയം, അത് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തതെന്നൊന്നും കാണിക്കുന്നില്ല ആ ചിത്രത്തിൽ. അവ്യക്തം വളരെ അർത്ഥഗർഭമായ, അചിന്ത്യം, അവ്യക്തം, ഇത്തരം സംസ്കൃത വാക്കുകൾ ഭഗവത്ഗീതയിൽ വളരെ പ്രസക്തിയുള്ള വാക്കുകളാണ്. മനസ്സിലായ? അവ്യക്തം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ലാത്തതെന്നുള്ള മലയാള അർത്ഥത്തിലല്ല. എല്ലാം സർജിക്കുന്ന, സർജനം, പ്രകൃതി മൊത്തം പ്രവഹിക്കുന്ന അവ്യക്തമായ, പ്രജ്ഞ കൊണ്ട് അറിയാൻ പറ്റാത്ത, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അവ്യയം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, മരിക്കില്ല, നിരന്തരം, നിത്യമാണ്. പ്രാഹു, അതിനെക്കുറിച്ച്, അശ്വത്ഥത്തിനെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്, പ്രാഹുവിനെ പറയുന്നുണ്ട്. ആരാ? ഛന്ദാംസി യസ്യ പർണാനി, വേദങ്ങൾ അതിന്റെ ഇലകളാകുന്നു. അതിന്റെ ഇലകള് വേദങ്ങളാണ്. യത്തം വേദ, ആരാണോ അതിനെക്കുറിച്ച് അറിയുന്നത്, സവേദവിത്, അവനാണ് വേദവിത്ത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. 55-ാമത്തെ 2-ാമത്തെ അധ്യായത്തിലെ ശ്ലോകത്തിലെ സ്ഥിതപ്രജ്ഞയെ കുറിച്ച് പറഞ്ഞ് നേരെ ഇതിലേക്ക് എത്തുമ്പോൾ ഒരു കണക്ഷൻ വരുന്നതാണ്ട. അപ്പൊ സ്ഥിതപ്രജ്ഞനാവണമെങ്കിൽ മരണജനന രഹസ്യങ്ങൾ അറിയണത്രേ. ഞാൻ നച്ചികേതസിനെ പിടിച്ച. അപ്പൊ കഠോപനിഷത്തിൽ ഒരു പ്രസിദ്ധ മന്ത്രത്തെ അനുസ്മരിക്കുന്നതാണ് ഈ ശ്ലോകം. വ്യാസഭഗവാൻ ഈ സംസാര വൃക്ഷം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാ വ്യാഖ്യാതാക്കളും ഭഗവത്ഗീതയുടെ ഇതിനെ സംസാര സമുദ്രമായിട്ടാണ് നമ്മളെല്ലാം പറയാറ്, അല്ലെ? സംസാര സമുദ്രം. ഇപ്പൊ ഗുരുദേവൻ, നാരായണ ഗുരുദേവൻ എന്താ പറയാ? ദൈവ ദശകത്തില് നാവികന്നീ ഭവാബ്ധിക്ക്, അല്ലെ? സംസാര സാഗരം. ഭവാബ്ധിക്ക് ഒരാവി വൻ തോണി നിൽപ്പതും, അല്ലെ? അങ്ങാണ് എനിക്കൊരു പിടുത്തവും ഇല്ല. ഇതൊരു ജീവിതം
സംസാരം എന്ന് പറഞ്ഞാല് എന്താ, ഒരു അനന്തമായിട്ടുള്ള ഒരു പിടിയില്ലാത്ത, അവ്യക്തത്തിൽ നിന്ന് വന്നു അവ്യക്തത്തിലേക്ക് പോയി എവിടേക്കാ പോകണമെന്ന് എനിക്കൊരു പിടിയില്ലാത്ത ഈ സംസാരം. അതിൽ നിന്റെ ഗുരു, അവിടെയാണ് ഗുരുവിന്റെ സ്ഥാനം. അപ്പൊ ഇവിടെ ഊർധ്വമൂലമത്ത ശാഖം കൊണ്ടുവച്ചിട്ടുള്ള വേരുകൾ മുകളിലായിട്ടുള്ള, ശാഖകൾ താഴെയിട്ട് വീണിട്ടുള്ള അശ്വത്ഥ വൃക്ഷത്തെ കൊണ്ടുവയ്ക്കുമ്പോൾ ഭഗവാൻ കഠോമ നിഷത്തിൽ ശ്ലോകത്തിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ സംസാര വൃക്ഷമായിട്ടാണ് അവതരിപ്പിക്കുന്നതായിട്ടാണ് ഈ ആഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. സംസാര വൃക്ഷം, എന്ത് സംസാരം? ഞാൻ നേരത്തെ പറഞ്ഞു, എവിടുന്ന വന്നതെന്ന് അറിയില്ല. ഈ വൃക്ഷത്തിന്റെ ഇലകള് വേദങ്ങളാന്ന് പറയുന്നത്. വേദങ്ങളാണ് അതിന്റെ ഇലകള്. ഇവിടേക്ക് വേരുകൾ എവിടുന്നാ വരുന്നത് കാണുന്നില്ല. അത് അവ്യക്തത്തിൽ നിന്നാണ്. ശാഖകൾ എവിടേക്കത്താണ് മുട്ടുന്നില്ല, ഭൂമിയും കാണുന്നില്ല. ഈ ഇടയിലാണ്, ഈ ഒരു ഭാഗത്തിൽ, ഈ സ്പേസിൽ കിടന്നുകൊണ്ടാണ് മനുഷ്യൻ വരിക, പോവുക, ജനിക്കുക, മരിക്കുക എന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എവിടുന്നോ വരുന്നു ജനനം, അവന്റെ ചാക്രികമായിട്ടുള്ള അവസ്ഥകള് കംപ്ലീറ്റ് ചെയ്ത് അവൻ പോകണു. എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു പിടിയില്ല, എവിടേക്ക് പോകണമെന്ന് ഒരു പിടിയില്ല. അതിൽ രണ്ടാമത്തെ ശ്ലോകം പറയുന്നുണ്ട് മനസ്സിനെ കുറിച്ച്. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവിടെ ഗുണത്രയങ്ങളെ കുറിച്ച് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഗുണത്രയ വിഭാഗം എന്നിട്ട് വേറെ ചാപ്റ്റർ പറയുന്നത് കൊണ്ടും ഞാൻ ഇതിലേക്ക് സ്പർശിക്കുന്നില്ല. ഇതിപ്പോ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത്, ഞാൻ ഇതുകൂടി പറയുമ്പോൾ ഈ വൃക്ഷത്തെ അവതരിപ്പിക്കുന്ന സംസാര വൃക്ഷം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ ഇങ്ങനെ ജന്മങ്ങൾ, അനന്ത കോടി ജന്മങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക, വീണ്ടും വരുന്നു, പോകുന്നു, എവിടേക്കാ പോകണം ഒരു പിടിയില്ല. ഇത് എവിടേക്കാ വരുന്നത്, എവിടുന്നാ വരുന്നത്? അപ്പൊ ഇവിടെ ആരാണോ ഇതിനെക്കുറിച്ച് അറിയുന്നത്, അദ്ദേഹം വേദവിത്ത്, വേറെ വാക്ക് അസ്ഥിതപ്പണിയുടെ വേറെ വേദവിത്ത്. എങ്ങനെ, എന്താ അറിയാ? അപ്പൊ ഈ വേര്, ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് നമ്മുടെ ഊർജപ്രവാഹം മുകളിൽ നിന്നുള്ള ഊർജപ്രവാഹമാണ്. നമുക്ക് രണ്ടു തരത്തിൽ ഊർജം വരുന്നുണ്ട് അല്ലെ. ഒരു വൃക്ഷം എടുക്കുമ്പോൾ ഭൂമിയിൽ നിന്നാ വരിക അല്ലെ. അതേപോലെ മനുഷ്യനെടുക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഊർജം വരിക ഭക്ഷണത്തിൽ നിന്ന്, ആഹരിക്കുന്ന. അങ്ങനെയാണോ അല്ലേ? ശരീരം, സ്ഥൂലമായ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കും. ഈ ഭക്ഷണം നമ്മുടെ മനോമയ കോശത്തിലേക്കൊക്കെ എത്തും, മനസ്സിനൊക്കെ പോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണമൊക്കെ വയ്ക്കുമ്പോൾ നല്ല ചിന്തകളെ കൊണ്ട് പ്രാർത്ഥനാപൂർവം ഭക്ഷണം വയ്ക്കാൻ പറയും. കേട്ടില്ലേ? ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അഗ്നേയ തവ തേജസ്തും ബ്രഹ്മം. അഗ്നി തെളിക്കുമ്പോൾ ആദ്യത്തെ മന്ത്രത അഗ്നി, ഈ തേജസ് തന്നെയാണ്. എന്നെ ജ്വലിപ്പിക്കുന്ന, എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന, ഞാൻ യഥാർത്ഥമായിരിക്കുന്ന എന്നർത്ഥം തുടങ്ങിയതല്ലേ, ആത്മാവാണ്, അതാണ് ഞാൻ. ആ അഗ്നി തന്നെയാണ് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിപ്പിക്കാൻ വേറെ രൂപത്തിലാണ് അഗ്നി വരുന്നത്. അതിനെ ജഠരാഗ്നി എന്ന് പറയും. ഇംഗ്ലീഷ് ഭാഷയിൽ അവര്, സയൻസുകാർ തന്നെ പറയാം അഡ്രീനാലിൻ. അതാണ് അതിന്റെ ഗ്ലാൻഡ്. ഭക്ഷണം കഴിച്ച അഡ്രീനാലിൻ ഉത്പാദിപ്പിക്കും. ഒരു തരത്തിലൊരു അഗ്നിയാണത്, ദഹിപ്പിക്കും. അപ്പൊ ഒരേ അഗ്നി തന്നെ സൂക്ഷ്മമായിട്ട് ആത്മാവിലിരിക്കുന്ന പ്രകാശം എന്ന് നമ്മൾ പറയുന്ന, സങ്കല്പിക്കുന്ന ഈ അഗ്നി തന്നെയാണ് പ്രത്യക്ഷത്തിലുള്ള ആഹരിക്കുന്ന ആഹാരത്തിനെ തപിപ്പിക്കുന്നതും ദഹിപ്പിക്കുന്നതും, എന്നിട്ട് മനസ്സിനെ പുഷ്ടിപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ പുഷ്ടിപ്പെടുത്തുന്ന മനസ്സുണ്ടെങ്കിൽ ആ മനസ്സ് അധോമുഖമായിരിക്കില്ല. നമ്മള് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുക, വേണ്ടാത്ത ചിന്തകൾ അവിടെ കഴിക്കുക. അവിടെ ഈ വൃക്ഷത്തില് താഴത്തേക്കുള്ള വാസനകളായിട്ടാണ് മനസ്സിൽ പറയാം. രണ്ട് വാസനകളുണ്ട്. ഇപ്പൊ അഗ്നി ഹോമം ചെയ്യുമ്പോൾ അഗ്നി എവിടേക്കാ പോവാ? മുകളിലേക്ക് മാത്രമേ അഗ്നിയുടെ ലക്ഷണം, അഗ്നിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അത് മുകളിലേക്ക് പോകുന്നത്. വെള്ളം താഴത്തേക്ക്. ഇത് രണ്ടും വിരുദ്ധ, അങ്ങനെയല്ലേ? അപ്പോ പലരുടെയും ചിന്തയൊക്കെ അഗ്നിയാ അല്ലേ. ജ്വലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചിന്ത. ഈ ചിന്തയ്ക്ക് വേണമെങ്കിൽ, ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ അഗ്നിയെ രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുപോകാം, താഴത്തേക്ക് കൊണ്ടുപോകാം, അധമ ചിന്തകളിലേക്ക് കൊണ്ടുപോകാം, ശ്രേഷ്ഠ ചിന്തകളിലേക്ക് ഉയർത്താം. മനുഷ്യന് മാത്രമുള്ള ഒരു പ്രശ്നമാണ്
മനുഷ്യന് വേണമെങ്കിൽ ആ കിട്ടിയ ശ്രേഷ്ഠമായ ജീവിതത്തെ അധമമായ ചിന്തകളെ കൊണ്ട് വളരെ എന്താ പറയാ മൂല്യവത്തല്ലാത്തൊരു ജീവിതത്തിലേക്ക് തള്ളിയിടാൻ പറ്റും. അതേസമയം പരമമായ ശ്രേഷ്ഠമായ ആത്മബോധത്തിലേക്കും അത് ലയിപ്പിക്കും. അത് ഓരോരുത്തർക്കും ഫ്രീ വില്ല് ദൈവം കൊടുത്തിട്ടുണ്ട്. ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം. അതിലൊരാള് കൈ കടത്തില്ല, ഗുരു പോലും കൈ കടത്തില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത്, ഇവൻ ആ ഒരു ആത്മബോധം ഉണർന്നിട്ടുണ്ടോ. ഒരു മിനിറ്റ്, അവിടെ പിള്ളേർ വരവാ. അപ്പൊ ഓക്കെ, 8:30 അല്ലേ? അപ്പോ സാഖ്യയോഗത്തെ ഒരു ശ്ലോകം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. 55-ാമത്തെ ശ്ലോകം സ്വാമിയോട് ഞാൻ പറയുന്നത്, ഞാൻ ഇതാ ചെയ്തേ കേട്ടാ. അപ്പോ എന്താ പറഞ്ഞേ, ഈ ഒരു പുരുഷോത്തമ യോഗത്തിന്റെ സഹായത്തോടെയാണ് ഞാൻ സാഖ്യയോഗത്തിലെ 55-ാമത്തെ ശ്ലോകത്തിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. പുരുഷോത്തമ യോഗത്തിൽ 1-ാമത്തെ ശ്ലോകം, സാഖ്യത്തിലെ 55-ാമത്തെ ശ്ലോകം എടുത്തു. 55-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ കൺസൈസ് ചെയ്യാം. സ്ഥിതപ്രജ്ഞരെ കുറിച്ച് പറഞ്ഞു. എന്താ സ്ഥിതപ്രജ്ഞ? ആത്മാവിനെ കൊണ്ട് ആത്മാവിൽ തന്നെ അനന്തം ഉണ്ടായിരിക്കുന്ന ആൾ. അതാണ് ലക്ഷണം, അല്ലേ? ഓർമ്മയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ വാക്ക്. ഓർമ്മയുണ്ടാ? ഒരു മിനിറ്റ്. താങ്ക് യു. ഒരു മിനിറ്റ്. അതൊന്നുകൂടി വായിക്കാം. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദ്യോച്യത്തെ. അർജുന, ആത്മാവിൽ ആത്മന ഏവ തുഷ്ട, തന്നാൽ തന്നെ സന്തുഷ്ടനായിട്ട്, അവനെ കൊണ്ട് സന്തുഷ്ടനായിട്ട്, യഥാ എപ്പോഴാണോ സന്തുഷ്ടി വരുന്നത്, മനോഗതാൻ സർവാൻ കാമാൻ, മനസ്സിലെ സർവകാമനകളെയും ത്യജിച്ചിട്ട് ആത്മാവിൽ തന്നെ എപ്പോഴും സന്തുഷ്ടി ഉണ്ടാകും, അവനാണ് തഥാ, അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞ ഉച്ചത എന്ന് വിളിക്കാം. അത് എളുപ്പമല്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് പുരുഷോത്തമ യോഗത്തില് ഞാൻ പറഞ്ഞു, ആ സംസാര വൃക്ഷത്തെ എടുക്കുമ്പോൾ അനന്തകോടി ജന്മങ്ങളിലൂടെ ഈ കാമനകളാകുന്ന വിഷയങ്ങളിലൂടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ജന്മങ്ങളിലേക്ക്. ജന്മം എങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചാൽ അതിൽ പറയുന്നുണ്ട്. പുരുഷോത്തമ യോഗത്തില് കാറ്റ് ഒരു പുഷ്പത്തിൽ നിന്ന് സുഗന്ധം ആവാഹിച്ച് അകലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആത്മാവ് തൻ്റെ ശരീരത്തെ, ഏതാ ശരീരം, സ്ഥൂലം ആയിട്ടുള്ള ശരീരത്തെ വിട്ട് കളഞ്ഞിട്ട് സ്ഥൂല ശരീരം വിഘടിച്ചു പോകും, അല്ലെ? പഞ്ചഭൂതങ്ങളിലേക്ക് വിഘടിച്ച് മനസ്സ് ബുദ്ധി അഹങ്കാരമാകുന്ന ശരീരത്തെയും കൊണ്ട് അടുത്ത ബോഡിയിലേക്ക്. മനോഹരമായ കൽപ്പനയാണ്. അപ്പോഴാണ് നമുക്ക് ശരീരം എന്നുള്ള മനസ്സിലാവുക. അപ്പൊ ഇവിടെയാണ് ഇത് രണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. കർമ്മം, ജ്ഞാനം, ഉപാസന, ഈ മൂന്നിന്റെയും ഒരു തരത്തിലുള്ള സാമഞ്ജസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അത് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതിന്റെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. നമുക്ക് കൃത്യമായിട്ടുള്ള ഉപാസന സമ്പ്രദായം ധ്യാനിക്കുന്നവർക്ക് ധ്യാനിക്കാൻ. കർമ്മം വിശിഷ്ട കർമ്മമായിരിക്കണം, അത് ആത്മശുദ്ധിക്കായിരിക്കണം. ഇതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ കർമ്മവും ആത്മശുദ്ധിയെ പ്രകടിപ്പിക്കുക. ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് 18-ാമത്തെ ശ്ലോകത്തുമ്പോഴേക്കും യജ്ഞം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. യജ്ഞം എന്ന് പറഞ്ഞ ആന്തരികമായ അഗ്നിയില് സംസ്കാരങ്ങളുടെ അഹന്ത കൊണ്ടുണ്ടാകുന്ന മമതകളെ കരിച്ചു കളയല്. മനസ്സിലായ? അവിടെയാണ്, അങ്ങനെയാണ് അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര ഈസിയാ. സ്ഥിതപ്രജ്ഞ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ നമുക്കത് ജീവിതത്തിൽ ഭഗവത്ഗീത ഒരു തരത്തില് അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന
ഒരു ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഞാൻ കൺക്ലൂഷൻ ചെയ്യുകയാണെങ്കിൽ പറയാം, ഓരോ കർമ്മങ്ങളും അത് നമുക്ക് വേറെ അധ്യായത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഓരോ കർമ്മത്തിന്റെയും പുറകിൽ ആ പ്രജ്ഞ സ്ഥിരമായിരിക്കണം. അവസാനത്തെ ഉദാഹരണം ഞാൻ പറയാം. സൂഫികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ബീഡ് എന്ന് പറയും. ഇപ്പോൾ ക്രിസ്ത്യൻസ് റോസാരി എന്ന് പറയും. റോസാരി എന്ന് പറഞ്ഞാൽ അവരുടെ ജപമാല. ഓരോ മാലയിലെ മണിയും അത് കൈകൊണ്ട് വിരലുകൊണ്ട് അത് നീട്ടുമ്പോൾ വെച്ചാൽ അതിങ്ങനെ അടുത്തേക്ക് ഇടുമ്പോൾ അതൊരു ശ്വാസം പോലെ, ആ ശ്വാസത്തിൽ ദൈവചിന്തയാ വരിക. ഓരോ മണിയും ഒരു ദൈവചിന്തയാ. ഓരോ നിശ്വാസം, അകത്തേക്കുള്ള ശ്വാസവും അത് പുറത്തേക്ക് വിടുന്നതിലും ദൈവചിന്തയാണ്. അത് നിരന്തര കാലത്തെ പ്രാക്ടീസാണ്. അപ്പോ ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്നത് അതിന് സന്യാസി ആവണ്ട. കൃഷ്ണൻ പറയുന്നില്ല അർജുനോട്, നീ സന്യസിക്കേണ്ട, നീ കർമ്മത്തിലിരുന്നു കൊണ്ട് സ്ഥിതപ്രജ്ഞനാവുക. അവിടെയാണ് ഭഗവത്ഗീത എന്ന ഗ്രന്ഥം മാറി നിൽക്കുന്നത്. എവിടെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല, കർമ്മം ചെയ്യാൻ തന്നെ പറയണം, യുദ്ധം ചെയ്യാൻ തന്നെ പറയണം. പക്ഷെ അവിടെയും മമതാബന്ധം, അവിടെയാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ലേശങ്ങളിൽ പോലും സ്ഥിതപ്രജ്ഞ ആ രൂപത്തില് മനസ്സിൽ നിൽക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്നതാണ് അർജുനന്റെ വാക്കുകൾ. പറ്റും എന്നുള്ളതാണ്. അവിടെയാണ് ഭഗവത്ഗീതയുടെ ഈ ഈ 18 അധ്യായങ്ങളിൽ കൂടെ പോകുമ്പോഴും അവസാനത്തെ ഒരു വാക്കിലേക്ക് വരെ സ്ഥിതപ്രജ്ഞയായിരിക്കും. ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ, എനിക്ക് ഉത്തരങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ രീതിയെ വെച്ചിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എന്തെങ്കിലും ഞാൻ പറയാം കേട്ടോ. മൈക്ക് തുറക്കാം പ്ലീസ്. താങ്ക് യു സുനിൽ സർ. നമസ്കാരം. അപ്പോ നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കമ്മ്യൂണിക്കേഷനോ ഉണ്ടെങ്കിൽ സംസാരിക്കാം. നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കാം. അപ്പോഴാണ് ഈ സെഷനൊക്കെ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് മാറുള്ളൂ. റാണി മാഡം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അതൊന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തേക്കോ. അല്ല, എന്തോ സംതിങ് പ്രോബ്ലം വരുന്നുണ്ട്. വേറെ ആരോ സംസാരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഹലോ, എന്തോ പ്രശ്നമുണ്ടോ അവിടെ? വേറെ ആരുണ്ടോ? ആരെയാണ്? ഗീത മാഡം പറഞ്ഞോളൂ. രാംപ്രകാശ് സാറിന് എന്തെങ്കിലും ഉണ്ടോ? സാറിന് സംശയം? ഇല്ല സാർ, ക്ലാസ് നന്നായിരുന്നു, സംശയങ്ങളൊന്നും ഇല്ല. ഇത് പിന്നെ എത്ര കേട്ടാലും പ്രാക്ടീസിൽ വരിക എന്നുള്ളതാണ് സാർ ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം. കാരണം ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു മിനിറ്റിൽ ചിലപ്പോൾ നമ്മളുടെ കൺട്രോൾ എല്ലാം പോയി പോകും. നമ്മള് സ്ഥിതപ്രജ്ഞ എന്നൊക്കെ പറഞ്ഞിരിക്കുമെങ്കിലും ചിലപ്പോ നമുക്ക് എല്ലാ നിമിഷത്തിലും ഈ സ്ഥിതപ്രജ്ഞനായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സാർ. അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലത്തെ ഏറ്റവും വലിയ കാര്യം തോന്നുന്നു എനിക്ക്. കാരണം നമ്മൾ എത്രയൊക്കെ കേട്ടാൽ നമ്മുടെ അനുഭവത്തിൽ അത് കൊണ്ടുവരാൻ പറ്റണമല്ലോ സാർ. അല്ലാതെ എന്തൊക്കെ ശാസ്ത്രം നമുക്ക് അറിഞ്ഞിട്ടും നമ്മളുടെ ഇതാവില്ലല്ലോ. ഇതിന്റെ ഉത്തരമായിട്ടേ ഒരു സാർ, അത് ചോദ്യമായിട്ടല്ല. അപ്പൊ ഈ ഒരു സാറ് ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പൊ ഏകദേശം 3000 വർഷത്തോളമായിട്ട് സംവാദങ്ങളുടെ സംവാദത്തിന് മരുന്നിട്ട് കൊടുത്തുള്ളത്. അതിനുത്തരമായിട്ടാണ് 3 വാക്കുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ശ്രവണം, മനനം, നിധിധ്യാസം. ഇത്തരം ഗ്രന്ഥങ്ങളെ എങ്ങനെ സമീപിക്കണം? അന്ന് ആ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ. ശ്രവിക്കുക, സാറ് പറഞ്ഞ കറക്റ്റാണ്, നിരന്തരമായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ക്ലേശങ്ങൾ വരുമ്പോ ഇതിൽ തന്നെ ഈ രണ്ടാമത്തെ ഈ അധ്യായത്തില് ഒരു ശ്ലോകം ഉണ്ട്.
അത് വടക്കേ ഇന്ത്യയിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ശവദാഹത്തിൽ ബ്രാഹ്മണന്മാർ ചൊല്ലുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ അഗ്നിക്ക് തപിപ്പിക്കാനാവില്ല, ജലത്തിന് നനയ്ക്കാനാവില്ല, വായുവിന് ഡ്രൈ ചെയ്യാനാവില്ല. നല്ലൊരർത്ഥമാണ്. അപ്പോൾ നിരന്തരമായ ഇത്തരം ശ്രവണം, മനനം ഇത് നിരന്തരമാക്കാത്ര, നിധിധ്യാസം അത് പ്രാക്ടീസ് ചെയ്യും. സാർ പറഞ്ഞ കറക്റ്റാണ്. അതുകൊണ്ടാണ് ഇതിന് സ്വാധ്യായം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇത്തരം ഗ്രന്ഥങ്ങൾ കുറച്ചെങ്കിലും വെറുതെ പാരായണം മാത്രമല്ല, പാരായണം സുഖം കിട്ടും. അതും ഒരു തരം മായ. അതെൻ്റെ അഭിപ്രായം കേട്ടോ. അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഓർമ്മകൾ വരും. അപ്പൊ നമ്മുടെ ഓർമ്മകള്, ചിന്തകള് നേരത്തെ പറഞ്ഞ ഊർധ്വമൂല മധ്യശാഖം പറഞ്ഞ പോലെ മുകളിലേക്ക് പോകും. ചിന്തകൾ എപ്പോഴും ഉയർന്ന രൂപത്തിലേക്ക് എപ്പോഴും പിടിക്കാൻ പറ്റും. ദൈവിക ചിന്തകളിലേക്ക് നമ്മളെ വഴി തിരിച്ചു വിടാൻ പറ്റും. അപ്പോഴാണ് ഈ ഊർധ്വമൂല മധ്യശാഖ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകും. മുകളിൽ നിന്ന് അത്ര ഊർജ്ജം വരിക. ധ്യാനിക്കുന്നവർക്കറിയാം, മുകളിൽ നിന്ന് ആ കണക്ഷൻ വരിക. അപ്പോ സാറ് പറഞ്ഞ കറക്റ്റ്, അവിടെ നിന്നാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പൊ നിരന്തരമായ ഇതൊരു തപാസ്, നിരന്തരമായ സ്വാധ്യായം നമ്മളെ എപ്പോഴും ചിന്തകളെ ഇങ്ങനെ സ്ഫുടം ചെയ്യും. സംസ്കൃതം എന്നുള്ള വാക്കിന്റെ അർത്ഥം സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. മനസ്സ് സംസ്കരിക്കപ്പെടും. സംസ്കൃതം വായിച്ചുകൊണ്ട് സംസ്കരിക്കപ്പെടണമെന്നില്ല. ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതുണ്ടാവുകയും അല്ലെങ്കിൽ മോക്ഷേജ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സാറ് ചോദിച്ചു വളരെ പ്രസക്തമാണ്. ഉത്തരമായിട്ടല്ല, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? സുനി സാറ്, അതെ, നമ്മള് ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി എന്ന് പറഞ്ഞ ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നാരായണ ഗുരു വ്യാഖ്യാനങ്ങളൊക്കെ നിത്യചൈതന്യതി ആയാലും അവരൊക്കെ വേദാന്തികൾ കൊണ്ടുവച്ചിട്ടുള്ളത് 3 തരത്തിലുള്ള ദുഃഖങ്ങളാക്കിയിട്ടാണ്. അതായത് നമുക്ക് സാധനാ ചതുഷ്ടയം എന്ന് പറയും. സാധന ചതുഷ്ടയം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മോക്ഷേച്ഛ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നത്. ഈ ദുഃഖങ്ങൾ എങ്ങനെയാ വന്നത്? അപ്പൊ അവരെന്ത് ചെയ്തു? ഈ ദുഃഖത്തിന് ഇന്ന വരുന്നത്. ഇപ്പൊ നമ്മളങ്ങനെയല്ല ഇംഗ്ലീഷ് മരുന്നുകൾ അല്ല, വയറുവേദനയ്ക്ക് ഇത്, തലവേദനയ്ക്ക് വേറെ. ഇവരങ്ങനെയല്ല. ഇവര് ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ആദിഭൗതികമായിട്ടും വരാവുന്ന എല്ലാ ദുഃഖങ്ങളെയും കണക്കിലെടുക്കുകയും അതിനെ സമഗ്രമായിട്ട് അതിനൊരു ചികിത്സ ആണ് ഇപ്പോൾ ഗീത പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇത്തരം ഉപനിഷത്ത് പഠനങ്ങളുടെ മുമ്പിലുള്ള മന്ത്രങ്ങളായിട്ട് അതിൽ ഓം ശാന്തി, അതിലും പിന്നെ ഓം ശാന്തി 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 പറയുകയും പിന്നെ അവസാനം വയ്ക്കുന്നത് പൂർണ്ണമതയാണ്. ഓം പൂർണ്ണമത എപ്പോഴും നിരന്തരം ഓർമ്മിപ്പിക്കില്ല. അപ്പൊ സാറ് പറഞ്ഞു നമുക്ക് സ്ഥിതപ്രജ്ഞനാവണം, ആവാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഓം പൂർണ്ണമത, പൂർണ്ണത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ വന്നത്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമാതായ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നത്. ഇതൊരു നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. അല്ലെങ്കിൽ ഇതൊരു മായ. ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മ രീതിയിൽ ആ ആത്മബോധത്തിൽ നിന്ന് നമ്മൾക്ക് വരാവുന്ന തെറ്റുകളാണ് മായ എന്ന് പറയാം. വ്യക്തിപരമായ രീതിയിൽ വരുന്നതിന് അവിദ്യ എന്നും പറയും. ഈ 2 കാര്യങ്ങളാണ് നമ്മളെ എന്താണോ ചിതാകാശത്തില് ആകാശമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന പ്രകാശത്തെ സംസ്കാരമാകുന്ന മറവികള് അല്ലെങ്കിൽ ഭാണ്ഡങ്ങള് പ്രജ്ഞയെ മറയ്ക്കുക. പ്രജ്ഞ ശുദ്ധ. പ്രജ്ഞയിൽ നമ്മൾ ഓരോ ജന്മങ്ങളായി കൊണ്ടുവച്ചിരിക്കും. അപ്പൊ ടിബറ്റിന് ഒരു രീതിയുണ്ട്. മിലറാപ്പ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പൊ ഗുരുക്കന്മാർ അവര് വന്നു കഴിഞ്ഞാൽ കുറെ പണിയെടുപ്പിക്കും. എന്തിനാ? അവിടുത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ നിരന്തരമായ കർമ്മങ്ങളിലൂടെ കർമ്മത്തിന്റെ ഭാണ്ഡങ്ങൾ കുറയ്ക്കുക, കരിച്ചു കളയുക. അതാണ് ക്ലാഷങ്ങൾ വിടുക. മനസ്സിലായില്ലേ? അപ്പൊ ക്ലാഷങ്ങൾ ഒരു തരത്തിൽ നമുക്ക് കിട്ടുന്നത്, അത് പറയാൻ അങ്ങനെ പാടില്ല, പക്ഷെ അത് നന്മയായിട്ട് അനുഗ്രഹമായിട്ട് എടുക്കണം എന്നാണ് ഗുരുക്കന്മാര് പറയുന്നത്. ക്ലാശത്തെ അനുഗ്രഹമായിട്ട് എടുക്കണം. കാരണം ക്ലാശങ്ങള് ഒരുപാട് സംസ്കാര ഭാണ്ഡങ്ങളെ അലിയിച്ച് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിനോട് പഴി പറയും. ദൈവമേ, നീ എനിക്ക് മാത്രം ഇങ്ങനെ തന്നല്ലോ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല. ഒരു പെരുമഴയും രാത്രി ഇങ്ങനെ പെയ്തു നിൽക്കുവോ? ചൈനീസ് പഴമൊഴിയാ. ഒരു പെരുമഴയും രാത്രി മുഴുവൻ നിർത്താതെ പെയ്യാറില്ല. ആ കാലഘട്ടം മാറും. അത് ആ ഭാണ്ഡങ്ങൾ കഴിയും.
പിന്നെ അടുത്ത സംസ്കാരത്തിന്റെ ഭോഗപൂർത്തിക്ക് വേണ്ടി നമ്മൾ ജീവൻ വീണ്ടും പോകും. അതാണ് ഈ എന്താ പറയാ 15-ാമത്തെ അതിൽ പറയുന്നത്. ആ ഒരു അശ്വത്ഥം എന്നുള്ള ആൽവൃക്ഷത്തെ കൊണ്ടുവയ്ക്കുന്നത് അതിനെയാണ്. ഇതിൽ നിന്നുള്ളൊരു മോചനമാണ് ഇപ്പൊ സാറ് ചോദിച്ച പോലെ അതിന്റെ അർത്ഥം 2ാമത്തെ അധ്യായത്തിൽ കൊണ്ടുവച്ചിരിക്കുക. അതാണ് സ്ഥിതപ്രജ്ഞ. എന്ത് ചെയ്യുമ്പോഴും ആ പ്രജ്ഞയുടെ ആനന്ദത്തിൽ മാത്രം നമ്മൾ അലട്ടാതിരിക്കുക, മമതയില്ലാതിരിക്കുക. അർജുനനുണ്ടായത്. അപ്പൊ അർജുനന് ശക്തമായിട്ടുള്ള ഒരു ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. ഇടയ്ക്ക് ധ്യാനിക്കണം. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങളല്ല കേട്ടോ.